ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ കർശന നടപടികളുമായി ഇസ്രയേൽ. ഗാസ ഈജിപ്ത് അതിർത്തിയിലെ റഫ ഇടനാഴി ഇസ്രയേൽ അടച്ചു. ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്നതിന് ശേഷം മാത്രം അതിർത്തി തുറക്കാം എന്ന നിലപാടിലാണ് ഇസ്രയേൽ. ഇതുവരെ 10 ബന്ദികളുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഹമാസ് തിരിച്ചേൽപ്പിച്ചത്. സമാധാന ധാരണയിലെ വ്യവസ്ഥകൾ ഹമാസ് കർശനമായി പാലിക്കണമെന്നും ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. റഫ അതിർത്തിയിലൂടെ ഗാസയിലേക്കുള്ള സപ്ലൈസ്, അതായത് ഈ ഭക്ഷ്യവസ്തുക്കളും അതുപോലെ തന്നെ മരുന്നുകളും എല്ലാമാണ് പ്രധാനമായും എത്തുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ ഗാസ ഇസ്രയേൽ സംഘർഷം ആരംഭിക്കുന്ന വേളയിൽ തന്നെ റഫ അതിർത്തി വളരെ കൃത്യമായ ഒരു നിർണായക ഇടപെടൽ നടത്തുന്ന നിർണായക കേന്ദ്രമായിരുന്നു. ആ കേന്ദ്രത്തിലൂടെയായിരുന്നു ഈ മരുന്നുകളും മറ്റു സംവിധാനങ്ങളും എല്ലാം തന്നെ എത്തുകയും ചെയ്തിരുന്നത്. അത്തരത്തിലെത്തുന്ന ആ അതിർത്തിയാണ് ഇപ്പോൾ ഇസ്രയേൽ അടച്ചിരിക്കുന്നത്. നമുക്ക് അറിയാവുന്നതാണ്, 28ഓളം ബന്ദികളുടെ മൃതദേഹങ്ങളാണ് വിട്ടുകൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഹമാസിനുള്ളത്. പക്ഷേ ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്. നാളിതുവരെയായി, അല്ലെങ്കിൽ ഈ സമാധാന ധാരണ ഉണ്ടായതിനു ശേഷം 72 മണിക്കൂറിനുള്ളിൽ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കണമെന്നാണ് ധാരണയെങ്കിൽ കൂടി ഇന്ന് വരെയായി 10 മൃതദേഹങ്ങൾ മാത്രമാണ് വിട്ടുകൊടുത്തത്. മറ്റൊരു പ്രധാന ഘടകമുള്ളത്, ജീവിച്ചിരിക്കുന്ന 20ഓളം ബന്ദികളെ മോചിപ്പിച്ചിരുന്നു കൃത്യമായ സമയവേളയ്ക്കുള്ളിൽ എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും മരിച്ചവരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതിൽ ഗുരുതരമായ ഒരു അനാസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇനിയും 18ഓളം മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനുണ്ട്. 11 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ ഇസ്രയേലിനെ ഹമാസ് ഏൽപ്പിച്ചത്. എന്നാൽ അതിലൊരു മൃതദേഹം ബന്ദിയുടേതല്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് 10 ബന്ദികളുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ കൈമാറിയത് എന്ന് ഇസ്രയേൽ അറിയിക്കുന്നത്. ഇന്നലെയും 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറിയിരുന്നു. അമേരിക്ക വിന്യസിച്ച സൈനിക സംവിധാനത്തിന്റെ ഭാഗമായ 200 അംഗ സൈന്യത്തിന്റെ ഭാഗമായ വിഭാഗം മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിൽ കൂടി ഈ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും അല്ലെങ്കിൽ തകർന്നുപോയ പ്രദേശങ്ങൾക്കിടയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തുക ഏറെ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഹമാസിന്റെ ഒരു നിലപാട്. എന്നാൽ ഇത്തരത്തിൽ എല്ലാ മൃതദേഹങ്ങളും തിരിച്ചേൽപ്പിച്ചല്ലാതെ ഈ സമാധാന ധാരണയിൽ വിട്ടുവീഴ്ചയില്ല എന്ന ഒരു നിലപാടാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഈ കടുത്ത നടപടികൾ ഇനിയും ഉണ്ടാകുമെന്ന സൂചനയും ബെഞ്ചമിൻ നെതന്യാഹു നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ അവരുടെ പുണ്യഭൂമിയിൽ, അതായത് ഇസ്രയേലിൽ തന്നെ അവർക്ക് അന്ത്യവിശ്രമത്തിന് അവസരമൊരുക്കുമെന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകളും സ്വാഭാവികമായും ആ വാക്കുകൾ കൃത്യമായി എൻഡോസ് ചെയ്ത ട്രംപിന്റെ നിലപാടുമാണ് ഏറെ ഗൗരവത്തോടെ ഈ പശ്ചാത്തലത്തിൽ നിരീക്ഷിക്കേണ്ടത്. മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തല്ലാതെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ പ്രശ്നം കുറെ കൂടി ഗൗരവമേറിയ വിഷയമായി മാറുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ റഫ അതിർത്തി അടയ്ക്കുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക്, അതായത് ഒരു സംഘർഷത്തിന്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ശരിയായി.